ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ അല്ലെങ്കിൽ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ മുന്നേ എപ്പോഴൊക്കെയോ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങളുടെ സ്നേഹം അവരെ മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ സ്നേഹം അവരെത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരത് മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ സ്ഥിരം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാവർക്കും അറിയാം. മുന്നത്തെ വീഡിയോസിൽ പോയി നോക്കുക, എങ്ങനെയാണ് ഇതൊക്കെ കാണേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ. ആദ്യം മുതലേ ഞാൻ കണ്ടിന്യൂസ് ഇത് പറഞ്ഞു വരുന്നതുകൊണ്ട് അഗെയിൻ ആൻഡ് അഗെയിൻ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. ആൻഡ് മെഡിറ്റേഷൻ്റെ ബൈറ്റ് വെക്കുന്നുണ്ട്. അതിപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് കണ്ടിട്ട് ആ സമയം നിങ്ങളുടെ വ്യക്തിയെ നല്ല ഡീപ്പായിട്ട് ചിന്തിച്ചതിന് ശേഷം മാത്രം വീഡിയോ കാണുക. അത് കൂടുതൽ റെസൊനേഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത് കേട്ടോ. ഒരുപാട് പേരുടെ നിർബന്ധപ്രകാരം വെക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Universe angels, what you need to hear right now. Universe angels, what you need to hear right now. നിങ്ങളുടെ സ്നേഹം അവരെ മനസ്സിലാക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം അവരെത്രത്തോളം മനസ്സിലാക്കുന്നു? ടു ഓഫ് പെൻഡക്കിൾസ് ആണ് ഫസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹം അവർ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിപ്പോഴും കൺഫ്യൂഷൻസിലാണ്. പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് അവരിപ്പോഴും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പലതരത്തിലുള്ള കൺഫ്യൂഷൻസിലൂടെ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു മെസ്സേജാണ് എനിക്കിവിടെ കിട്ടുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളും അവരും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് ആരൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അവരെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ കട്ടാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിനെ പൂർണ്ണമായിട്ടും പിന്തള്ളുന്ന രീതിയിൽ ആരൊക്കെയോ എന്തൊക്കെയോ കിടന്നതിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുക, അങ്ങനത്തെ ചില സംതിങ് കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. മനസ്സിലായോ?
കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലേഡി ഫിഗർ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ആയിട്ടുള്ള ഒരു വ്യക്തി നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ആളുടെ മനസ്സെന്ന് പറയുന്നത് ചാഞ്ചാടി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കരമായിട്ട് കൺഫ്യൂഷനിലാണ് ഇദ്ദേഹം അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തി. നിങ്ങളുടെ സ്നേഹത്തിൽ ആത്മാർത്ഥതയില്ല, നിങ്ങളുടെ സ്നേഹത്തിലൊരു മൂല്യമില്ല എന്നുള്ള രീതിയിലാണ് ഈ വ്യക്തി കാണിച്ചു കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഫോൾട്ടായിട്ടുള്ള ഒരു തെളിവുണ്ടാക്കിയിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ മുമ്പിൽ നിരത്തി ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന രീതിയിൽ നിങ്ങൾ എടുത്താൽ മതി. പല ടൈപ്പ് ഓഫ് ഫോൾട്ട്, റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ശരിയല്ല, നിങ്ങളുടെ കൂടെയുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരുപാട് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ള രീതിയിൽ പല കാര്യങ്ങൾ റോങ് ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഈ വ്യക്തി കൺഫ്യൂഷനിലാണ് ഇവിടെ. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ. അതുകൊണ്ടാണ് നിങ്ങളുടെ സ്നേഹം അവർ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉയർന്നു വരാൻ കാരണം. ഞാൻ ഇത്രയ്ക്കും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് എനിക്ക് എന്തുകൊണ്ട് ഒരു റിസൾട്ട് തരാൻ കഴിയുന്നില്ല ഈ പറയുന്ന വ്യക്തിക്ക്, അല്ലെങ്കിൽ ഞാൻ ഇത്രമാത്രം നല്ല രീതിയിൽ കണ്ടിട്ടും എനിക്ക് എന്തുകൊണ്ട് ഒരു നല്ല റിസൾട്ട് തിരിച്ചു തരാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരാനും നിങ്ങളുടെ മനസ്സിലേറെ ഉയർന്നു വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഫീലിങ്ങിലാണ് ഈ വ്യക്തി ഇപ്പോൾ ഇരിക്കുന്നത്. മനസ്സിലായോ? നമുക്ക് കൂടുതൽ മെസ്സേജസ് കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്ന മനസ്സിലാക്കാം. 2 കാർഡ്സ് വീണിട്ടുണ്ട്. ഇതാണ് ബാക്കി കിട്ടിയിരിക്കുന്ന 2 കാർഡ്സ് എന്ന് പറയുന്നത്. അതിലൊന്ന് നമുക്ക് 6 ഓഫ് പെൻറ്റക്കിൾസും വീൽ ഓഫ് ഫോർച്യൂണാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളേതെങ്കിലും രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കവറപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രഗിൾ ചെയ്ത സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് നിങ്ങളുടെ വ്യക്തി വന്നിട്ടുണ്ടാവാം. പല കാര്യങ്ങളും ഒരു അത്യാവശ്യമായിട്ട് പത്രം വലിയ 10-50,000 1 ലക്ഷം രൂപ ചിലവാക്കിയെന്നല്ല, അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു 2,000 രൂപ വേണമെന്ന് വിചാരിക്കുന്ന ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയോട് പറഞ്ഞപ്പോൾ ആ വ്യക്തി നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ആ സിറ്റുവേഷൻ മുതലെടുത്തിട്ടാണ് നേരത്തെ കളിക്കുന്നു എന്ന് പറഞ്ഞ ആ വ്യക്തി കളിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള എന്തോ ഒരു കാര്യത്തെ പ്രതി ആ കാര്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ വ്യക്തിയിൽ നിന്നും നിങ്ങളെ തിരിപ്പിക്കാൻ നോക്കുന്നത്. ആ വ്യക്തിയുടെ മനസ്സിലെ മാക്സിമം ഇഞ്ചക്റ്റ് ചെയ്ത് കഴിഞ്ഞു ഈ ഒരു സമയം കൊണ്ട്. ആ വ്യക്തി അത്രയ്ക്കും അധികം വിഷമിക്കുന്നുണ്ട്. ആ വ്യക്തിയും ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിച്ചതാണ്. ആ വ്യക്തിയുടെ സ്നേഹം ഇപ്പോൾ കുറഞ്ഞ് ഒന്ന് മാറി നിൽക്കുന്നതിൻ്റെ റീസൺ ഈസ് വൺ ഓഫ് ദിസ് ലേഡീസ് ഇഞ്ചക്ഷൻ. മനസ്സിലായോ? പോയ്സൺ ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഇഞ്ചക്ഷൻ്റെ പവർ കൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഒന്നിപ്പോൾ ജസ്റ്റ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുന്നത്. ആ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളെ ഉപേക്ഷിക്കാൻ കഴിയില്ല. അത്രമാത്രം ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിട്ടുള്ള ഒരാളാണ്. ഇത്രയും കേട്ടിട്ടും ഇനി എന്തുകൊണ്ട് എങ്ങനെ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും.
പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും യൂണിവേഴ്സൽ പ്ലാൻസ് നടപ്പിലാകാൻ പോകുന്നുണ്ട്. കാരണം നിങ്ങൾ എവിടെയോ എന്തോ ചെയ്ത ഒരു ചെറിയ തെറ്റായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അറിയ പോലും ചെയ്യാത്ത എന്തെങ്കിലും തെറ്റായിരിക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്തിട്ട് നിങ്ങളുടെ തലയിൽ അടിച്ച് ഏൽപ്പിക്കപ്പെട്ട എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം. സത്യം പറഞ്ഞാൽ ഈ ഒരു മിസ്റ്റേക്കിൻ്റെ പുറത്ത് നിങ്ങൾക്ക് യാതൊരു ധാരണയില്ല, ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്തിട്ട് പോലുമില്ല. പക്ഷെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ഓർമ്മ പോലുമില്ല, എങ്കിലും നിങ്ങൾ അതിൻ്റെ പേരിൽ ക്രൂസിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. ആ ഒരു ഫീമെയിൽ ഫിഗർ അധികം വൈകാതെ ഈ ഒരു ഫ്രെയിമിൽ നിന്ന് ഔട്ടാവേണ്ട സിറ്റുവേഷൻസ് ഒക്കെ കാണുന്നുണ്ട്. അധികം വൈകാതെ ഈ ഫ്രെയിമിൽ നിന്ന് ആ ഫിഗർ ഔട്ടാവുന്നതായിരിക്കും. കാരണം ആ വ്യക്തിക്ക് ഏൽപ്പിക്കപ്പെടേണ്ട പോയ്സൺസ് അത്രമാത്രം ആ വ്യക്തിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനിയില്ല, അത്രയ്ക്കും അധികം ഏൽപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ വ്യക്തി തിരിച്ചടിച്ച് തുടങ്ങി, നിങ്ങളുടെ പേഴ്സൺ ആ വ്യക്തിയോട് തിരിച്ചടിച്ച് തുടങ്ങി. കാരണം എന്താ വെച്ചാൽ ചില വാക്കുതർക്കം അവർ തമ്മിലുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ പൊരുത്തക്കേടുകൾ നിങ്ങളുടെ വ്യക്തിക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് പറയുന്നത് ശരിയല്ലല്ലോ, അല്ലെങ്കിൽ ഇത് അങ്ങനെയല്ലല്ലോ, ആ സിറ്റുവേഷനിൽ ഞാൻ ഉണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ അത് പറയുന്നത് ഒട്ടും ശരിയല്ലല്ലോ എന്നൊക്കെ നിങ്ങളുടെ വ്യക്തിക്ക്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. അതായത് സത്യം യൂണിവേഴ്സൽ പവർ കൊണ്ട് പുറത്തേക്ക് വന്നു തുടങ്ങി. അപ്പോൾ ആ ഒരു കൺഫ്യൂഷനിൽ ആ വ്യക്തി ഭയങ്കരമായിട്ട് ഈ വ്യക്തിയെ വിശ്വസിക്കണോ വേണ്ടയോ, വിഷമാണോ ഇൻജെക്റ്റ് ചെയ്ത് തരുന്നത് എന്നുള്ളൊരു ചിന്ത, എന്നുള്ളൊരു ബോധം ഈ വ്യക്തിയുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ വ്യക്തിക്ക് തന്നെ തോന്നുകയാണ്, എന്ത്, ഞാനൊരു ഫൂളായിട്ട് ഇത്രയും നാളം ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നോ, ഞാനൊരു ഫൂളായിരുന്നോ ഇത്രയും സമയം, ഞാനൊരു ഫൂളായിട്ട് ഇരിക്കുവായിരുന്നോ ഇത്രയ്ക്കും കാലം, ഈ വ്യക്തി പറയുന്നതെല്ലാം കേട്ട് ഞാൻ അത്രയ്ക്കും ജീവനെ തുല്യം സ്നേഹിച്ച ഒരാളെ സംശയിക്കുക എന്ന് പറയുന്നത് ഞാൻ ചെയ്തൊരു തെറ്റല്ലേ എന്ന് വരെ ഈ വ്യക്തി ചിന്തിച്ചു തുടങ്ങി. ആ വ്യക്തി നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ എത്രമാത്രം ആ വ്യക്തിയെ സ്നേഹിച്ചിട്ടുണ്ട്, ഏതോ ഒരു സമയത്ത് പറ്റിയ തെറ്റ്, അല്ലെങ്കിൽ തൻ്റെ പോലും മനസ്സറിയാത്ത ഒരു തെറ്റ്, അല്ലെങ്കിൽ താൻ പോലും ചെയ്യാത്തൊരു കാര്യം, അതിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെടേണ്ടി വരുന്ന അവസ്ഥ ഈ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു. ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തിയിൽ നിന്നും ഇതൊന്നുമല്ല പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതിലും അപ്പുറം അനുഭവിക്കേണ്ട വന്ന ഒരു സിറ്റുവേഷൻ ഈ വ്യക്തിക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കുന്നു എന്നുള്ളത് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് പല കാര്യങ്ങളും ചെയ്തു നോക്കി, അല്ലെങ്കിൽ പല തവണ നിങ്ങളെ ഒഴിവാക്കാൻ നോക്കി. ആര്? ഈ വ്യക്തി. പോയ്സൺ പറയുന്നത് കേട്ട് പല തവണ നിങ്ങളെ ഒഴിവാക്കാൻ നോക്കി, പല തവണ നിങ്ങളെ മാറ്റി നിർത്താൻ നോക്കി. എന്നിട്ടും ആ യൂണിവേഴ്സൽ ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. യൂണിവേഴ്സ് വിചാരിക്കണം നിങ്ങളുടെ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ, അല്ലാതെ വേറെ ആര് വിചാരിച്ചിട്ടും കാര്യമില്ല. മനസ്സിലായോ? യൂണിവേഴ്സൽ പവർ വിചാരിക്കണം നിങ്ങൾ തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ, നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്ത് രണ്ടാക്കണമെങ്കിൽ ആ യൂണിവേഴ്സൽ പവർ തന്നെ ചിന്തിക്കണം. കാരണം അത്രയ്ക്കും ബ്ലെസ്സിങ്സ് ഉള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ആര് വിചാരിച്ചാലും ഒന്ന് തുമ്മിയാൽ തെറിപ്പിച്ച് കളയാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പല്ല. ഈ സ്നേഹബന്ധത്തിന് വ്യക്തമായിട്ടുള്ള ഒരു ആഴമുണ്ട്. ആ ഇടയിൽ കിടന്ന് കളിക്കുന്ന ആ പോയ്സൺ എന്ന് പറയുന്ന വ്യക്തിക്ക് എത്രയും പെട്ടെന്ന് അതിനുള്ള തിരിച്ചടി വിത്തിൻ ഫ്യൂ ഡേയ്സിനുള്ളിൽ കിട്ടുന്നത് നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളെ ഇത്രമാത്രം അടുപ്പിക്കുകയല്ല, അടുപ്പിച്ച ആ വ്യക്തിക്ക് വളരെയധികം എഫക്റ്റീവായിട്ടുള്ള അനുഗ്രഹങ്ങൾ യൂണിവേഴ്സ് കൊടുക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ പോയ്സൺ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഏത് രീതിയിൽ അനുഗ്രഹം കിട്ടുക, അത് നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ കാണേണ്ടി വരും. കാരണം നിങ്ങൾ, അല്ലെങ്കിൽ ആ വ്യക്തി, നിങ്ങളല്ല, ആ വ്യക്തി ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങൾ കൂട്ടിയും കീഴ്ച്ചും കുറച്ചുമൊക്കെ നിൽക്കുകയാണ്. ഞാൻ എന്തൊക്കെ ചെയ്തു കൂട്ടി, എന്തൊക്കെ കാണിച്ചു കൂട്ടി, എൻ്റെ പേഴ്സൻ്റെ അടുത്ത് ഞാൻ എന്തൊക്കെ ചെയ്തു, അല്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞു, ഈ ഒരു കാര്യത്തിൻ്റെ പുറത്ത്, ഈ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഞാൻ എന്തൊക്കെ പറഞ്ഞു എന്നുള്ള ഒരു ഭയങ്കര വിഷമത്തിലാണ് ഈ വ്യക്തി ഇപ്പോൾ ഇരിക്കുന്നത്. എങ്ങനെയാണ് ഇതിൽ നിന്നും ഒന്ന്
പുറത്തോട്ട് വരിക, എങ്ങനെയാണ് ഇതിൽ നിന്നും ഒന്ന് ക്ലിയർ ആവുക, പ്യുവർ ആവുക എന്നൊന്നും മനസ്സിലാവാത്തൊരവസ്ഥയിലാണ്. മേ ബി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഒരു കോളോ ഒരു മെസ്സേജോ നിങ്ങൾ പ്രതീക്ഷിക്കാം, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാം. തിരിച്ച് നിങ്ങൾ അങ്ങോട്ട് വിളിക്കാനല്ല പറയുന്നത്, നിങ്ങൾക്ക് ഇങ്ങോട്ട് ഒരു കോൾ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ കൂടുതൽ പ്രതീക്ഷയോടുകൂടി, കൂടുതൽ ഊർജത്തോടു കൂടി നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ കാത്തിരിക്കുക. അത് വിചാരിച്ച് നിങ്ങളുടെ ചെയ്യേണ്ട കാര്യങ്ങളോ നിങ്ങളുടെ ചെയ്യേണ്ട തിങ്സ് എല്ലാം മാറ്റി വെച്ച് ഇതിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്തിരിക്കാനല്ല പറയുന്നത്. യൂണിവേഴ്സൽ ടൈം, ദാറ്റ് ഈസ് എ മെയിൻ തിങ്. യൂണിവേഴ്സൽ ടൈമിൽ നിങ്ങൾക്ക് കിട്ടാനുള്ളത് നിങ്ങളുടെ ലൈഫിൽ കിട്ടുക തന്നെ ചെയ്യും. നിങ്ങളുടെ വ്യക്തി മാറിപ്പോയി എന്ന് കരുതിയിട്ടുള്ള നിങ്ങളാണെങ്കിൽ അത്രയ്ക്കധികം ദൂരത്തോട്ടൊന്നും പോയിട്ടില്ലടോ, പെട്ടെന്ന് തന്നെ വരും നിങ്ങളുടെ അടുത്തേക്ക്. മനസ്സിലായോ? ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ചോദിക്കൂ കേട്ടോ. വീഡിയോസിലോ എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ചോദിക്കൂ, ഞാൻ മാക്സിമം റിപ്ലൈ തരാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു റീഡിങ്. ഇതിലെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ലൈഫിലേക്ക് ഞാൻ അട്രാക്റ്റ് ചെയ്യുന്നു, എൻ്റെ ലൈഫിൽ ഇത് നടക്കാൻ വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക, ഒന്ന് ജേണൽ ചെയ്യുക. ഈ ജേണൽ ചെയ്യുന്നതിൻ്റെ ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ, ജേണൽ ചെയ്യുക വഴി നിങ്ങളത് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ, അഫേം ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് നിങ്ങളുടെ ലവറിൻ്റെ പേരും നിങ്ങളുടെ പേരും ഒന്ന് മെൻഷൻ ചെയ്യുക, പ്രെയറിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ തരിക, ഫ്രണ്ട്സിനും അറിയുന്നവർക്കൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ഹാവ് എ നൈസ് ഡേ, ബൈ.